വെറുതെ പിന്നെ ആൾക്കാർ വരുമോ പണിയെടുക്കാൻ? അപ്പോൾ പോയതാണോ ജനൌഷധി പോയതാണോ പൈസ ലാഭം? അമ്മ ഒരു ചെറിയൊരു അഡ്വർടൈസ്മെന്റ് ഷൂട്ട് ചെയ്തതാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് അമ്മുവിനോട് സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് വൈഫിനോട്. ഇന്ന് 2-ാം തീയതിയാണ്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ 3-ാം തീയതി ആയിട്ടുണ്ടായിരിക്കും. ഈ 2-ാം തീയതി സ്കൂളിൽ കുട്ടികൾ ആരും വരുന്നില്ല. 5-ാം തീയതി വരെ അവർക്ക് സ്കൂൾ തുറക്കുകയില്ല. എന്നിട്ട് സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും പണി എടുപ്പിച്ച് മുതലാക്കുക, അതാണ് ഉദ്ദേശം. അമ്മുവിനെ കൊണ്ടാക്കി വരുന്ന വഴിക്ക് കുറച്ച് മീനും വാങ്ങിച്ചുകൊണ്ട് പോന്നു. ചെന്നൈയിലെ വെയിലൊക്കെ പുറത്ത് പോകണമെങ്കിൽ അതേ ഇതിട്ടിട്ട് വേണം പുറത്ത് പോകാൻ. അമ്മാതിരി വെയിലാ. ഇറങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നു. ഇപ്പം നോക്കിയേ, മൊത്തം മഴക്കാറാ. വെയിൽ തന്നെ അല്ല. എന്താ ഇയാളെ പ്രൊജക്ട് വർക്കൊക്കെ കഴിഞ്ഞാ? ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ, ഞങ്ങള് അപ്പോളോയിൽ മരുന്ന് വാങ്ങാൻ കയറി. അവിടെ ഭയങ്കര കത്തി വില. നേരം ഞങ്ങള് പ്രധാനമന്ത്രിയുടെ ജനൌഷധിയിൽ കയറി. മക്കൾ മരുന്തകം. പുല്ല് ചെത്തലാണ് പണി. നിങ്ങളെ തൊട്ടടുത്ത് ഒരു ഫ്രഷ് സാധനം ഇരിക്കുന്നുണ്ട് കണ്ടാ, ഇതാണ് ചാണകം. ആ, അതിൽ പോളിൽ പോയി ചെത്താൻ നിൽക്കണ്ട. പുല്ലൊക്കെ നമുക്ക് പിന്നെ ആളെ വെച്ച് ചെത്തിക്കാന്നു. ആ, വെറുതെ പിന്നെ ആൾക്കാർ വരുമോ പണിയെടുക്കാൻ? ഞാൻ പറഞ്ഞിട്ട് ഇയാൾ ഇത് നോക്കിയോ? മാതൃഭൂമി ഇതേ എവിടെ നോക്കിയോ? മലയാള മനോരമ കോംബോ പാക്ക് ആമസോണിൽ വരുത്തിച്ചു. ഇവിടെ ഈ സാധനം കിട്ടൂലല്ലോ. ഇവിടെ ഈ തമിഴന്മാരുടെ കലണ്ടർ ഇട്ടിട്ട് നമുക്ക് വല്ല എനിക്കും അത് ഒരു പിടിയും കിട്ടില്ല. നമുക്കിപ്പോ നമുക്ക് ഇതില്ലേ എന്താ പറയാ, കുംഭം മീനം മേടം മേടം എന്നൊക്കെ പറഞ്ഞ ഇത് കിട്ടിയിരുന്നില്ല. ഇതൊക്കെ ആ ഒരു നൊസ്റ്റാൾജിയാണ് നാട്ടിലത്തെ. രസമുണ്ടോ? ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മീൻകറി വെക്കുന്നത്. സാമ്പാർ ഇറച്ചിക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ. ഇതെങ്ങനെയുണ്ട് മീൻ വറുത്തത്? അത് നന്നായിട്ടുണ്ട്. കഴിച്ചു നോക്കിയോ? കഴിച്ചു നോക്കിയിട്ട് പറ അഭിപ്രായം. അല്ലാണ്ട് ക്യാമറ ഓൺ ആയി എഴുതിയിട്ട് നുണറിയാന്ന് എഴുതും. ഇതാണ് ആദ്യം കഴിച്ചേ. ഓ, അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാ? ഇതിൽ കുറച്ചുകൂടി മസാല പിടിച്ചാൽ ഇന്ന് നല്ല രസമുണ്ടാവും. മസാല പിടിക്കാൻ എന്താ, ഞാൻ അത് എടുത്തിട്ട് 1 മണിക്കൂർ ഞാൻ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചതാ. നന്നായിട്ടുണ്ട്. പക്ഷെ അല്ലടാ, ഇയാൾക്ക് ഷൂട്ട് ചെയ്യണം, വീഡിയോ എടുക്കണമൊക്കെ പറഞ്ഞിരുന്നില്ലേ? എന്താ പരിപാടി, ചെയ്യാൻ പ്ലാൻ ഇല്ലേ? ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ് അരക്കാൻ കഴിഞ്ഞിട്ട് ചെയ്യാം. നമുക്ക് അച്ഛൻ ഇന്ന് മെസ്സേജ് അയച്ചിരുന്നു, അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. എൻ്റെ അഡ്രസ്സ്? ഇവിടുത്തെ അഡ്രസ്സ്. എന്തിന്? കുട്ടിയുടെ കണ്ണട അങ്ങോട്ട് അയക്കാൻ വേണ്ടിയിട്ട്. അത്ര സാധനം ആയിട്ടില്ല. ഹോസ്പിറ്റലിൽ അവർ കൊറിയർ അയക്കായിരിക്കും, എപ്പോഴാണ് അയക്കാന്നറിയില്ല. അപ്പോൾ അഡ്രസ്സ് ചോദിച്ചിരുന്നു, ഞാൻ അയച്ചു കൊടുത്തു. വരും ഉടനെ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് സിലിണ്ടറിക്കൽ പവർ ആണെന്നുള്ളതാണ് പറയണത്. ഒരു 1-1.5-2 വർഷത്തിനടുത്തായില്ലേ കണ്ണട വെക്കാൻ തുടങ്ങിയിട്ട് കുട്ടി. അത് വളരെ വളരെ കുറച്ചും കൂടി പ്രായമാവുന്ന സമയത്ത് കണ്ണട മാറ്റാൻ പറ്റുമെന്നാണ് ഡോക്ടർമാർ അന്ന് പറഞ്ഞത്. കളിക്കാൻ വീടുറങ്ങിയ പോലെ തോന്നുന്നു ശരിക്കും. കാണാതെയും സംസാരിക്കാതെയും വീഡിയോ കോള് ചെയ്താലും കൂടി അവള് കളി തന്നെയല്ലേ. ഒന്നെങ്കിൽ എഴുതാ, അല്ലെങ്കിൽ പെയിന്റ് അടിക്കുക, വരയ്ക്കുക, അങ്ങനെ ചെയ്തിട്ടില്ല വരുന്നത്. എവിടെയുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അത് സംഭവം ഉള്ളതാട്ടോ. കുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്, ഞങ്ങൾ ഭയങ്കര കാര്യമാണ്. കുട്ടി അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ മുത്തച്ഛനും അമ്മമ്മയാണ് അവളുടെ നമ്പർ 1 പ്രയോറിറ്റി. ഞങ്ങളൊക്കെ പിന്നെ സെക്കൻഡാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ ഇവിടെ ഇരിക്കും. അമ്മ ദാ ഗോതമ്പ് ദോശ കഴിക്കണു. ഇന്നത്തെ ഡിന്നർ ഒരു വിയേർഡ് കോമ്പിനേഷനാണ്. ചെറുപയർ കൊണ്ട് 2 ദോശ, ഓംപ്ലേറ്റ്, കൈപ്പക്ക അല്ലെങ്കിൽ പാവയ്ക്ക ഉപ്പേരി, ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ്. അപ്പോൾ പോയതാണോ ജനൌഷധി പോയതാണോ പൈസ ലാഭം? എങ്ങനെയുണ്ട്? അപ്പോളോയിൽ MRP റേറ്റിനാണ് കൊടുക്കുന്നത്. ജനൌഷധി പോയി കഴിഞ്ഞാൽ MRP ആണ്, പക്ഷെ പകുതി വിലയുള്ളൂ. എല്ലാവരും ഈ പറയണ ജനൌഷധിയിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും ലാഭം. സത്യം പറഞ്ഞാൽ അപ്പോളൊക്കെ ഭയങ്കര കത്തിയാണ്. പോയപ്പോൾ തന്നെ മതിയായി. ഒരു സ്ട്രിപ്പ് മെഡിസിന് 210 രൂപ. ജനൌഷധിയിൽ 3 സ്ട്രിപ്പ് സെയിം മെഡിസിന് എത്ര? 200 അത്രയേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി ചേഞ്ച്. അമ്മ ഒരു ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ട് ചെയ്തതാണ്. അമ്മ ഒരു ഓൺലൈൻ ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, തമിഴ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും എബ്രോഡിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അമ്മ തമിഴ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇതുപോലെ പുറത്തുണ്ടെങ്കിൽ ഇതാ അവിടെ ആളുണ്ട്. ബിഗിനർ ലെവൽ, ഇൻ്റർമീഡിയറ്റ് ലെവലെല്ലാം ഉണ്ട് അല്ലേ? എന്താ മിണ്ടാണ്ടിരിക്കണേ, പറഞ്ഞു കൊടുക്ക്.
അത് പറയണ്ടല്ലോ. ആ. സെക്കൻഡ് സാറ്റർഡേ ലീവ് ഇല്ല, എന്നിട്ടാ ഫസ്റ്റ് സാറ്റർഡേ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് ജനുവരി 1 ഫസ്റ്റ് സാറ്റർഡേ അല്ലേ, അപ്പോൾ ഒരു ലീവ് കിട്ടാനുള്ള ചാൻസ് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഏത് സ്കൂളിലും ഇവിടെ ഇല്ലല്ലോ, അതറിയോ? എല്ലാ സ്കൂളും ലീവാ, ഈവൻ പ്രൈവറ്റ് സ്കൂളും കൂടി. അപ്പുറത്തെ സ്കൂൾസിൽ ആ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ലീവാ. അപ്പോൾ ഈ വ്ളോഗ് കൂടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബായ്. വാവക്കുട്ടി ഗംഭീര ജനഗണമന പാട്ടാണ്.